ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Kettle&Krafts. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഡൽഹി നല്ല ചൂടായിട്ടുണ്ട്. ചൂട് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയും കാര്യങ്ങളായിട്ടൊക്കെ ഇരിക്കണം. ക്ലൈമറ്റ് ചേഞ്ച് കാരണം എല്ലാവർക്കും ലൂസ് മോഷനും പനിയായിട്ടൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കരിമീൻ കിട്ടി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമീൻ തേങ്ങാപ്പാലിൽ പൊള്ളിച്ചത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മമ്മിയും ചേട്ടനും കഴിക്കാറില്ല, ഞങ്ങൾ 3 പേരും കഴിക്കും. പക്ഷേ ഇത് പുരട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് തേങ്ങാപ്പാലിൽ കുത്തി പൊള്ളിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ കപ്പയോ ചപ്പാത്തിയോ, ഞങ്ങൾ കൂടുതലും ചപ്പാത്തിയാണ് കൂടുതൽ കഴിക്കുന്നത്. അതിൻ്റെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് വേണേലും കഴിക്കും. എൻ്റെ മക്കൾ എന്ന് വെച്ചാൽ അവർ ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് തന്നെ അത് തിന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിന്ന് ഇത്രയും കരിമീൻ കിട്ടിയിട്ടുണ്ട്. ചെറുതാണ്, പക്ഷേ സാധാരണ വലിയതാണ് കിട്ടുന്നത്. പക്ഷേ ഈ പ്രാവശ്യത്തെ ചെറുതാണ് കിട്ടുന്നത്. അതുപോലെ ഇതുപോലെ നമുക്ക് വരഞ്ഞ് എടുക്കണം. ഓരോന്നായിട്ട് നല്ലതായിട്ട് വരയണം. വരഞ്ഞതിന് ശേഷം വേണം ചെയ്യാൻ. ഇത് മീൻ മേടിക്കാൻ പോകുമ്പോൾ അവർ തന്നെ എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരാറുണ്ട്. അപ്പം നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമ്മുടെ മിക്സിയുടെ ജാർ എടുക്കുക. ജാർ എടുത്തതിന് ശേഷം ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ 6 എടുക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ്, ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാള എടുക്കാം. 4 പച്ചമുളക് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടേക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി ഇത്രയും വേണം. അതും ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുവാന്ന് എനിക്ക് അരയ്ക്കുമ്പോഴേ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുമേ. ഇത്രയും ഇഞ്ചിയും എടുത്തു. പിന്നെ നമുക്ക് ഉള്ളത് ഒരു 10-20 വെളുത്തുള്ളി ഇടണം. നല്ലതായിട്ട് മസാല ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. ഇതുപോലെ ഒരു പിടി കുരുമുളക് ഇട്ടു. കുരുമുളക് കുറച്ചും ഇടാം നമുക്ക്. ഒരു 2 പിടി കുരുമുളകും ഇട്ടു. മഞ്ഞൾപ്പൊടി 1.5 സ്പൂൺ ഇടാം. ഇത്രയും മീനുള്ളത് കൊണ്ടാണ് കൂടുതലിടുന്നത്. മുളക് പൊടി 2 സ്പൂൺ ഇട്ടു. ഉപ്പ് 1 സ്പൂണോളം ഇടാം. എന്ന് വെച്ചാൽ ഇത്രയും കരിമീൻ വേണ്ടേ, അതും ഇട്ടു. പിന്നെ ഞാനൊരു സ്പെഷ്യൽ സാധനം ചേർക്കാറുണ്ട്. ഒരു സ്പൂൺ അരിപ്പൊടി ഞാൻ ഇടാറുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല മൊരാന്നിരിക്കാൻ വേണ്ടിയാണ്. അത് ഇട്ട നല്ല ഒരു പ്രത്യേക ഒരു ഇതായിരിക്കും. ഇനി നമുക്ക് 1 സ്പൂൺ, ചെറിയ സ്പൂണിന് മതി, 1 സ്പൂണിനില്ല, കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതിനെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നല്ലതായിട്ട് അരയ്ക്കണം. പിന്നെ മറന്നുപോയൊരു കാര്യമുണ്ട്. കറിവേപ്പിലയും ഇത്രയും നമുക്ക് ആ മസാലയ്ക്കകത്ത് അരയ്ക്കണം കേട്ടോ. ഇതേ നല്ലതായിട്ട് അരഞ്ഞു, ശരിക്കും ഭസ്മം പോലെ അരിയണം. നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലതായിട്ട് പുരട്ടാം. ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ശരിക്കും ഇത് പിടിപ്പിക്കണം. ഇതിൻ്റെ ഈ വരഞ്ഞതിൻ്റെ അകത്തൂടെ കയറണം. ഇത് ഇതുപോലെ എല്ലാം ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പുരട്ടിയിട്ട് നമ്മൾ 1 മണിക്കൂർ വെക്കണം. എന്നാലേ എത്ര വന്നാലും അതിന് ഒരു ടേസ്റ്റ് ഉള്ളൂ. ഈ ഇതിന് ഉപ്പൊക്കെ നല്ലതായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് അളവായതല്ല. നമുക്ക് ഇത്രയും മസാല ബാക്കി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ ഇങ്ങനെ മീൻ മേടിച്ചുകൊണ്ട് വരുന്ന സമയമാകുമ്പം ഞാൻ ഇതുപോലെ തന്നെ കുറേ മസാല ഇതുപോലെ മിക്സിയിലാക്കി അരച്ചിട്ട് ഞാൻ ഫ്രീസറിൽ കയറ്റി വെച്ചേക്കും. അപ്പം നമുക്ക്
കുറച്ചേറെ ആക്കിയിട്ട് ഇതുപോലെ അരച്ച് കയറ്റി ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചാൽ മതി. അന്നേരം എന്താ വെച്ചാൽ ചീത്തയാവത്തില്ല കേട്ടോ. ഇന്നത്തെ ടിപ്സ് ഇതാണ്. നമ്മളും മീൻ മേടിച്ചുകൊണ്ട് വരുന്നത് നേരത്തെ അറിയാമെങ്കിൽ നമുക്ക് ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞ് ഇതുപോലെ ആക്കി ഫ്രിഡ്ജിനകത്ത് കയറ്റി അടച്ച് ഫ്രീസറിൽ കയറ്റി വെച്ചാൽ മതി. അത് എത്ര ദിവസങ്ങളോളം വേണം ഇരിക്കുകയും ചെയ്യും, ചീത്തയാകത്തില്ല. എന്നാൽ നമുക്ക് പുരട്ടേണ്ട ദിവസമാകുമ്പം എടുത്ത് പുരട്ടിയാൽ മതി. അന്നേരം എന്താ അറിയുക, നല്ലതായിട്ട് നമുക്ക് ടൈം ലാഭമാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഇങ്ങനെ നമുക്ക് 1 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വെക്കണം. എന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും, നല്ലതായിട്ട് മീനിലെല്ലാം ഒന്ന് പിടിക്കട്ടെ. ഇനി നമുക്ക് ചീനിച്ചട്ടി വെച്ചിട്ട് ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോൾ, ഞാൻ ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുക്കുന്നത്, അതാ എല്ലാം കറുത്തിരിക്കുക. നമുക്ക് എണ്ണ ഒഴിക്കാം, നല്ലതായിട്ട് എണ്ണ ഒഴിക്കണേ. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു വെളുത്തുള്ളിയും, ഞാൻ എല്ലാ മീൻ ഇടുന്ന സമയത്ത് ഇതുപോലെ പച്ചമുളകും ഒരു കറിവേപ്പിലേക്ക് ഇട്ടേക്കും. പക്ഷേ ശ്രദ്ധിക്കണത് പൊട്ടിത്തെറിക്കാൻ, ചൂടാകുമ്പോൾ ചിലപ്പോൾ മുളകൊന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. അതുപോലെ തന്നെ കുറച്ച് അരിയും ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഡീപ് ഫ്രൈ വേണ്ട കേട്ടോ, ഡീപ് ഫ്രൈ വേണ്ട. നമുക്ക് ഇതിങ്ങനെ തന്നെ ഒരു മീഡിയം ഫ്രൈ എടുത്താൽ മതി. നമുക്ക് എന്താ വെച്ചാൽ തേങ്ങാപ്പാൽ ഞെണ്ണി ഇതിടണം നമുക്ക്. അപ്പോൾ ഒരെണ്ണം ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മീനെല്ലാം വറുത്ത് മാറ്റി. ഇനി നമുക്ക് എന്താ ചെയ്യണത്, ഇനി മസാല ഉണ്ടാക്കാം. നമ്മൾ വേറൊരു വലിയ പാൻ വെച്ചതിന് ശേഷം ഈ എണ്ണ തന്നെ നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ഈ ഇരുമ്പ് ചീനിച്ചട്ടിയാണ് വറക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ തന്നെ ചെയ്താൽ മതി. വെച്ചതിന് ശേഷം നമുക്കിതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് സവാള അരിഞ്ഞതുണ്ട്, അതിനകത്തോട്ട് നമുക്കിടാം. നല്ല പോലെ വഴറ്റിയെടുക്കണേ സവാള. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിടണം. പിന്നെ ഒരു 4 പച്ചമുളകും ഇട്ടു. ഇത് നമുക്ക് നല്ലതായിട്ട് പിന്നെ വഴറ്റാം. ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് 2 തക്കാളി അരിഞ്ഞതും ഇട്ടു. കറിവേപ്പില, എത്ര കറിവേപ്പില ഇട്ടാലും ടേസ്റ്റ് കേട്ടോ. കുറച്ച് ഉപ്പിട്ടാൽ മതി, ഉപ്പുണ്ട്. ഇനി എന്താണെന്നറിയാം, നമ്മൾ മുമ്പേ അരച്ച മസാലയില്ലേ, മീൻ മസാല, ആ മസാല 2 സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പം ഒഴിച്ചിട്ട് വേറെ ഒന്നും ചേർക്കണ്ട. ഒഴിച്ചതിന് ശേഷം അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് വേവണം. അതിനകത്തോട്ട് ഒഴിച്ച്, ഇതിനകത്ത് ഓൾറെഡി ഒപ്പിട്ടുണ്ടല്ലോ നമ്മൾ. എരിവ് വേണ്ടവർ കുറച്ച് കുരുമുളക് കൂടെ ഒക്കെ ചേർക്കാം. ഇത് കറക്റ്റ് എല്ലാം എരിവും ഇത് തക്കാളി ഇട്ടപ്പോൾ ഒരു പുളിയും എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തൊന്ന് ശരിക്കൊന്ന് വേഗം എണ്ണ തെളിഞ്ഞ് വരുന്നതുണ്ടല്ലോ, ആ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ 1 കപ്പ് തേങ്ങാപ്പാൽ പിഴിഞ്ഞത് വേണം. അത് നമുക്ക് ഇതിനകത്തൊന്ന് കലക്കണം. കലക്കിയിട്ട് തേങ്ങാപ്പാൽ ഇതുപോലെ പിഴിഞ്ഞു ഇട്ട് ഇതിനകത്തോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാം, മീൻ ഇതുപോലെ ഓരോന്നായിട്ട് നിരത്തണം. അതുകൊണ്ട്
നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കുറേശ്ശെ കണ്ടോ തേങ്ങാപ്പാൽ. ഭയങ്കര ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഇല്ലാത്തങ്ങ്. ഇത്രയും തേങ്ങാപ്പാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പയ്യെ. 1 കപ്പ് തേങ്ങാപ്പാലും അതിനകത്ത് ഒഴിച്ചു. ഇതിനകത്ത് കിടന്നൊന്ന് വേവട്ടെ. വറുത്തത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. ഇളക്കി നമുക്ക് ഇടയ്ക്ക് തിരിച്ചിടാം. ഒരു വശം ഒന്ന് ശരിക്ക് തേങ്ങാപ്പാലിലൊന്ന് പിടിക്കട്ടെ. ഒരു പാത്രം വെച്ച് അടച്ച് വയ്ക്കുക. അപ്പോൾ ആ ആവിയിൽ മേൽ വെച്ച് നല്ല സോഫ്റ്റാവും മീനങ്ങ്. ഒരനാട് നമുക്കിങ്ങനെ മറിച്ചിടാം. പൊടിയത്തില്ല കേട്ടോ. 2 ഇത് വെച്ചിട്ട് അങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. കണ്ടോ സോഫ്റ്റായി വരുന്നുണ്ട്. തേങ്ങാപ്പാലിൽ അങ്ങോട്ട് ഇതായി. നമുക്ക് ചപ്പാത്തിക്ക് ഏറ്റവും നല്ലൊരു കറിയായിട്ടോ ഇത്. അപ്പത്തിനും കഴിക്കാം. നമ്മുടെ വെള്ളയപ്പം, അതുപോലെ കള്ളപ്പം ഇല്ലേ, കള്ളപ്പത്തിനൊക്കെ ഏറ്റവും നല്ല സാധനമായത്. എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി വെളിച്ചെണ്ണ ഇങ്ങനൊന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി നല്ല ടേസ്റ്റ് വരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഇത് വറ്റിക്കഴിയുമ്പോൾ എടുക്കാം. ഇത് കറക്റ്റ് അളവാണേ. നമുക്കിച്ചിരി അപ്പത്തിനും ചപ്പാത്തി കഴിക്കണമെങ്കിൽ ഒരു അളവ് എടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഗ്രേവിയും കൂടി കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം, സെർവ് ചെയ്യാം. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ സെർവ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ കരിമീൻ തേങ്ങാപ്പാലി പൊളിച്ചത്. കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു ഉണ്ടാക്കാനേ. പക്ഷേ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. വായിക്കൂടെ വെള്ളം വരും ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ. പിന്നെ കഴിച്ചാലും അതിനേക്കാൾ ഏറെ രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടല്ലോ. ഞാൻ പിന്നെയും പറയുന്നുണ്ട്, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ചപ്പാത്തിയും വെള്ളയപ്പവും ആണെങ്കിൽ ഒന്നും ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയണം. പിന്നെ വീഡിയോ എല്ലാവരും കാണണം. ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.